ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ക്ഷമിക്കുക. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ചെറിയൊരു ഫിഷിംഗ് ആണ്. അതായത് നമ്മുടെ പുറകെ നോക്കി കണ്ടാൽ കടലാണ്. കടലിൽ പോയി ഒരു ചെറിയൊരു ഫിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ള മീൻപിടുത്തക്കാരനോ അങ്ങനെയൊന്നുമല്ല, ചുമ്മാ ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ മുന്നിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ പോകുന്ന കടൽ. അതായത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാതിരിക്കാൻ തോന്നും, അവിടെയാണ് മീൻ പിടിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിലവിലുള്ളത് ഇവിടെ ഒമാൻ എന്ന് പറഞ്ഞ രാജ്യത്താണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മളിവിടെ തന്നെയാണുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ഫ്രണ്ടിൻ്റെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ പോകുന്നത് ബോട്ടിനാണ്. ഇവിടെ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. അതിൽ നമ്മൾ പോകുന്ന ബോട്ട് ഈ ബോട്ടാണ്. ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇപ്പം തന്നെ അത് കടലിലേക്ക് ഇറക്കി തരാൻ ആൾക്കാർ വരും. നേരെ കിടക്കുന്ന വണ്ടി കണ്ടോ പ്ലീസ്, ഈ വണ്ടിയിലാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ വലിച്ച് കെട്ടി ഇത് ഉരുട്ടി കൊണ്ട് കടലിൽ ആക്കി തരും. അപ്പം ഇനി കടലിലേക്ക് പോകുന്ന കാഴ്ചകളും മീൻ കിട്ടുമില്ലെന്ന് അറിയത്തില്ല, കിട്ടിയാൽ അതും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതുകൊണ്ട് തന്നെ ആ വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി വന്ന് അത് എൻ്റെ ഫ്രണ്ടിൽ കണക്റ്റാക്കിയാണ്. അത് കണക്റ്റാക്കിയിട്ട് ഈ ബോട്ട് മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകും. നമ്മുടെ ബോട്ട് അങ്ങനെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ബോട്ട് ഇറക്കേണ്ട സ്ഥലം എത്തിയിരിക്കുന്നതാണ്. ഇത് ഇത്രയും പോയിട്ട് ബാക്ക് സൈഡ് വഴി ഇറക്കണമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇവിടെ കുറേ വേറെ ബോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ കാണാം. ഇതൊക്കെ ചെറിയ ചെറിയ ബോട്ടുകളാണ്. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഉൾവശം. ഞാൻ കാണിച്ചിട്ട് കേസ് ഇതാണ് ഉൾവശം. മണ്ടയിലൊരു റൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെ കുറേ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പും കാര്യങ്ങളും. അത് സെൻസറാക്കണം, വെള്ളത്തിൻ്റെ അടിയിലേക്ക് താത്തി ഇട്ട് ചെക്ക് ചെയ്യുന്ന സംഭവമുണ്ട്. അങ്ങനെ എന്താ പരിപാടിയാണ്. കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല. നമുക്ക് പോകുന്ന വഴിക്ക് പുള്ളിയോട് ചോദിച്ചിട്ട് പറയാം. പിന്നെ ഇവിടെ നമ്മൾ ചൂണ്ടയൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് ബോട്ടിൻ്റെ ഉൾവശം. കാര്യങ്ങളൊക്കെ 2 എഞ്ചിനാണ് നമുക്ക് വരുന്നത്. ബാക്ക് സൈഡ് വഴി ഇറക്കാൻ പോവുകയാണ് കേസ്. അങ്ങനെ നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു എൻജിൻ സ്റ്റാർട്ടായി. അങ്ങനെ 2 അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇതാണ് അതിൻ്റെ മറ്റേ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നത്. കുറേ സ്വിച്ചുകളുണ്ട്. എനിക്കൊരു ഐഡിയ ഇല്ല, പുള്ളിക്ക് മാത്രമാണ് ഒരു ഐഡിയ ഉള്ളൂ. പിന്നെ നമുക്ക് ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇരിപ്പുണ്ടോ.
നമ്മളെ കടലിലേക്ക് ഇറക്കി വിട്ടിട്ട് വണ്ടി നമ്മളെ ഇനി നമ്മൾ വരുന്ന സമയത്ത് വിളിക്കും. അപ്പോൾ അവർ വീണ്ടും വന്ന് നമ്മളെ കയറ്റും. പിന്നെ ദേ ഈ സംഭവമാണ് പെട്രോൾ പമ്പാണ്. ബോട്ടിനും കാര്യങ്ങൾക്കൊക്കെ പെട്രോൾ അടിക്കാനുള്ള സംഭവം ഇതിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ പോയി പെട്രോൾ അടിച്ചാൽ പെട്രോളോ ഡീസലോ എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ പുള്ളി നമുക്ക് വീഡിയോ എടുത്തരാന്ന് പറഞ്ഞത് നമ്മളെ എടുത്ത സംഭവമാണ്. പുള്ളിക്ക് ക്യാമറ മുന്നിൽ വരാനൊക്കെ ചെറിയ മടി, വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. പിടിക്കാനും പാടില്ല. അതേ രീതിയിൽ ഇങ്ങനെ യാത്ര തുടങ്ങി. ഒരുപാട് അകത്തേക്ക് പോയിട്ടില്ല, ചെറുതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. കണ്ടാലറിയാം ബാക്ക് സൈഡിൽ ആ സെയിം വ്യൂ തന്നെയാണ് കാണുന്നത്. ഇതിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വേണം ഉള്ളിലോട്ട് പോകാൻ. അപ്പോൾ നല്ല തിര കേട്ടോ. വീഡിയോയിൽ കാണാൻ പറ്റുമെന്നില്ല, നല്ല ചാട്ടവും കാര്യങ്ങളൊക്കെ. നമുക്കിങ്ങനെ പെട്ടെന്ന് പിടിച്ചേക്കാൻ ഒറ്റ കുത്ത കട്ടർ ചാടുന്ന പോലെയാണ്. അടിപൊളി കേട്ടോ. നോക്കിയാൽ അറിയാം, നല്ല തിരയാണ്. സ്ഥലത്തെത്തിയിട്ടുണ്ട്. നല്ല തിരയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബോട്ട് ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റേണായിട്ട് നിൽക്കാൻ വളരെ ചാൻസ് കുറവാണെന്നാണ് പുള്ളി പറഞ്ഞത്. എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം.
കാര്യങ്ങളൊക്കെ പുള്ളി ആ സെൻസ് തിരയും കാര്യങ്ങളും അങ്ങോട്ട് ഭയങ്കര ആടുകളാണ്. മൈക്കോ സെൻസറൊക്കെ ആ സംഭവം ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ സംഭവമില്ല കേട്ടോ. അതായത് ഏത് ലൊക്കേഷനാണോ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷനിൽ തന്നെ ബോട്ട് സ്റ്റേണായിട്ട് നിൽക്കാനുള്ള ഒരു പ്രോസസ്സായിട്ടാണ് പുള്ളി അതിനെ പറഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഒരുപാട് നാൾ കൂടിയിട്ടാണ് പുള്ളി ഫിഷ് വരുന്നത്. കുറേ നാളായെന്ന് പറഞ്ഞു, 5-8 മാസം മുമ്പേലായി ഇതൊക്കെ. ഇതാണ് ആർഷനും കാര്യങ്ങളും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് തന്നെ ഇതിന് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതൊന്ന് കാണിച്ചു തരാനുള്ള സിസ്റ്റം ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് പയ്യെ ഒന്ന് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഫിഷിങ്ങിലേക്ക് തുടങ്ങും. കേസ് അങ്ങനെ ഫസ്റ്റ് തവണ ഇട്ടപ്പോൾ തന്നെ നമുക്ക് സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ. കേസ് ബിഗ് ഓർ സ്മോൾ ഫീലിംഗ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഒരു തരത്തിലാണ് ബോട്ട് സ്റ്റേബിളായിട്ട് നിർത്തിയത്. ആ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാതിരിക്കും അതൊരു യെല്ലോ ഇതുണ്ട്. ആ യെല്ലോ സാധനമാണ് ബോട്ടിനെ സ്റ്റേബിളായിട്ട് നിർത്തുന്നത്. അത് തിരക്ക് നേരെ ഇട്ട് കൊടുത്താൽ എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്തായാലും നമുക്ക് അടിച്ചിട്ടുണ്ട്. ലുസീനയിലാട്ടോ കളിച്ച് വെക്കുന്നത്. ലുസീനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞു. 32 മീറ്ററും കൂടി വരാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റാണ്. ഫസ്റ്റ് ഫിഷ് അടിച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ ഭയങ്കര പാടാണ് കേസ്. സുൽത്താൻ ഇബ്രാഹിം. അയ്യോ, അങ്ങനെ ഒരു സാധനം ഫസ്റ്റ് അറ്റൻഡ് കിട്ടിയ മീനാണ് കേസ്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരെണ്ണത്തിന് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു. ഇതാട്ടോ കൊടുത്തും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇത് ആ മീറ്റർ ഇത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ റിലീസായി താഴ്ത്തേക്ക് പോകും. വലിച്ച് കയറ്റുന്ന സംഭവമൊന്നും വേണ്ട. ഇത് എല്ലാം സ്വിച്ചിൻ്റെ കളികളാണ്. അടുത്ത് ഇട്ടിട്ടുണ്ട്.
കുളിച്ച് നിൽക്കുന്നു. This is Sultan Ibrahim. The other one, no Sultan Ibrahim. If you lose it, you will not count. Yeah. Well done, Akil. അങ്ങനെ ഞാനും ഒരു മീനെ പിടിച്ചിട്ടുണ്ട് കേസ്. രണ്ടെണ്ണത്തിനും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാണ് അത് കിട്ടിയത്. അങ്ങനെ രണ്ടെണ്ണത്തിനും കൂടി കിട്ടി. സെയിം സാധനമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഫിഷിങ് കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ ഒന്നും അവിടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഉണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ഇട്ടുള്ളൂ. അങ്ങനെ എനിക്കും വീണ്ടും ഒരു രണ്ടെണ്ണം കിട്ടി. മൊത്തം 6 തോന്നുന്നു. പുള്ളിക്കപ്പത്തിനും തിരിച്ച് വീട്ടിലേക്ക് പോകാറായി. പുള്ളി പോകാമോ എന്ന് ചോദിച്ചു. പിന്നെ നമ്മളെ ഇത്രയും ദൂരം കൊണ്ടുവന്ന് നോക്കിയാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ പോയേക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇതിലേക്ക് വെള്ളം നോക്കി ഇതിൻ്റെയൊക്കെ ഇപ്പോൾ പിടിച്ചത്. ഇപ്പോൾ എനിക്കിത് എനിക്ക് കയറിയ സാധനമാണ്. ഇരിക്കാൻ പോവുകയാണ് ഞങ്ങൾ. നമ്മളങ്ങനെ തിരിച്ചു വന്നു. ബോട്ട് കയറ്റാൻ പോവുകയാണ്. 10 മീനോ അത്രയും കണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പഴയ ചേട്ടൻ തന്നെയാണ് വന്നേക്കുന്നത്. ആ ചേട്ടൻ വീണ്ടും നമ്മളെ പഴയ ബോട്ട് കിടന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു. 10 മീനെ കിട്ടി കേസ്. സമയം കുറവായതുകൊണ്ടും പുള്ളിക്ക് ധൃതിയിൽ പോരേണ്ടതായതുകൊണ്ടും പെട്ടെന്ന് പോകുന്നു. ഇതിനിവിടെ സുൽത്താൻ ഇബ്രാഹിം എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്ന നാട്ടിലെ കിളിമീനാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇത്രയും മീനെ കിട്ടി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക. വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദിയും കാര്യങ്ങളും അറിയിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു.